Module 4 in the next topic ആണ് employee rights and IPR discrimination. Employee rights. എന്താണ് ഈ എംപ്ലോയി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി ആയിരിക്കവേ ഒരാൾക്ക് കിട്ടുന്ന റൈറ്റ്സ് ലീഗൽ ആൻഡ് മോറൽ റൈറ്റ്സ് അതിനാണ് എംപ്ലോയി റൈറ്റ്സ് എന്ന് പറയുന്നത്. ദ പ്രൊവിഷൻസ് മെയ്ഡ് ടു എംപ്ലോയീസ് അണ്ടർ ദിസ് കാറ്റഗറി ആർ. ഇപ്പോൾ എംപ്ലോയി റൈറ്റ്സിൻ്റെ അടിയിൽ വരുന്ന സബ്ഡിവിഷൻസ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റ്സ് ആണ്. പ്രൊഫഷണൽ റൈറ്റ്, ബേസിക് ഹ്യൂമൻ റൈറ്റ്സ്, ഇത് രണ്ടും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. നെക്സ്റ്റ് ഇസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഓർ കോൺട്രാക്ച്വൽ എംപ്ലോയി റൈറ്റ്സ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പല പോളിസീസും കോൺട്രാക്ട്സും ഒക്കെ ഉണ്ടാവും. അപ്പം അത് വെച്ചിട്ട് ഒരാൾക്ക് കിട്ടുന്ന റൈറ്റ്സ്, ഇപ്പം റൈറ്റ് ടു റിസീവ് സ്പെസിഫിക് സാലറി, ആനുവൽ ഇൻക്രിമെൻറ്റ്, പ്രോഫിറ്റ് ഷെയറിംഗ്, അങ്ങനെയൊക്കെ. The quantum of such benefit, scale of pay, etc. are fixed and renewed periodically by the employer and employees. അപ്പം ഇതിനകത്ത് ഇംപ്രൂവ്മെൻറ്റ് വരുത്തുന്നതും ഈ ഒരു റൂൾസ് ആൻഡ് റൈറ്റ്സിൽ ഇംപ്രൂവ്മെൻറ്റ് വരുത്തുന്നതും പീരിയോഡിക് ആയിട്ട് റിവ്യൂ ചെയ്യുന്നതുമൊക്കെ എംപ്ലോയറും എംപ്ലോയീസും കൂടി ചേർന്നിട്ടാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് നോൺ കോൺട്രാക്ച്വൽ എംപ്ലോയി റൈറ്റ്സ്. അപ്പം ഈ റൈറ്റ്സ് എന്ന് പറയുന്നത് ദീസ് ആർ റൈറ്റ്സ് പ്രൊവൈഡഡ് ഇൻ കോമൺ ബിസൈഡ്സ് ദ കോൺട്രാക്ച്വൽ വൺസ്. ഇപ്പം കോൺട്രാക്ച്വൽ റൈറ്റ്സ് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് റൈറ്റ്സ് ആണ് നോൺ കോൺട്രാക്ച്വൽ എംപ്ലോയി റൈറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നാലായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് എംപ്ലോയി റൈറ്റ്സിനെ. പ്രൊഫഷണൽ റൈറ്റ്സ്, ബേസിക് ഹ്യൂമൻ റൈറ്റ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഓർ കോൺട്രാക്ച്വൽ എംപ്ലോയി റൈറ്റ്സ് ആൻഡ് നോൺ കോൺട്രാക്ച്വൽ എംപ്ലോയി റൈറ്റ്സ്. ഇനി ഈ ഒരു നോൺ കോൺട്രാക്ച്വൽ എംപ്ലോയി റൈറ്റ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ വരുന്നത് റൈറ്റ് ടു പ്രൈവസി. Second point, right to choose outside activities. And third point, right to due process from employer. Fourth point, right to equal opportunity. That means non-discrimination. Fifth point, right to equal opportunity. Sexual harassment in workplace. The next point is right to equal opportunity, affirmative action or preferential treatment. ഫസ്റ്റ് പോയിന്റ് റൈറ്റ് ടു പ്രൈവസി എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാളുടെ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാതെ സൂക്ഷിക്കാൻ സൂക്ഷിച്ച് ഉപയോഗിക്കാനായിട്ട് ഉള്ളൊരു കൺട്രോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ അതിനൊരു കൺട്രോൾ വേണം. അപ്പോൾ അതിനുള്ളൊരു അവകാശം ഒരു എംപ്ലോയീന് ഉണ്ട്. പിന്നെ ഈ കൺട്രോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ആ ഒരു എംപ്ലോയർ റൈറ്റ്സ് അനുസരിച്ചിരിക്കും. ചില എംപ്ലോയേഴ്സിന് ആ ഒരു റൈറ്റ്സ് യൂസ് ചെയ്തിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ഓഫീസിലെ ഒരു പേബിൾ സെക്ഷനിലുള്ള ആൾക്ക് ഒരു എംപ്ലോയിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം അല്ലെങ്കിൽ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ സാധിക്കും. പക്ഷേ അയാളുടെ ബോസിന് ഈ ഒരു ഡേറ്റ ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം who among the employer can access the personal information is again restricted. Only duly authorized person can get personal information. Okay. അതായത് ഓത്തറൈസ്ഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണിന് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു സെക്കൻഡ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഒരു കാഷ്യറിൻ്റെ ജോലിക്ക് അപ്ലൈ ചെയ്തേക്കുന്ന ഒരാൾ, അപ്പോൾ അയാൾക്ക് ക്രിമിനൽ ഓർ സിവിൽ കേസസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് അവിടെ ജോലി കൊടുക്കുന്ന ആൾ അത് അറിഞ്ഞിരിക്കണം. കാരണം അയാൾ അല്ലെങ്കിൽ ആ കാശ് മിസ്ഹാൻഡിൽ ചെയ്യാം. സോ അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ അവരിൽ നിന്ന് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ അടുത്ത ഒരു എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു സൂപ്പർവൈസർ അയാൾ ഒരു വർക്കറിനെ സസ്പെക്റ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പം അയാൾ ഇല്ലാത്ത സമയത്ത് അയാളുടെ കബോർഡ് സെർച്ച് ചെയ്യാം. പക്ഷേ അതിന് ചുമ്മാ അങ്ങ് സെർച്ച് ചെയ്ത് അയാളുടെ കുറ്റം തെളിയിക്കുമല്ല, പക്ഷെ അതിനൊരു വിറ്റ്നസ് വേണം. അതൊക്കെയാണ് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത്. റൈറ്റ് ടു പ്രൈവസിയിൽ വരുന്ന അടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കമ്പനിയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു കവർച്ച നടക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മോഷണം നടക്കുകയാണ്. അപ്പോൾ അവിടെ കമ്പനിക്ക് അവിടെ സർവൈലൻസ് ക്യാമറാസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബഗിംഗ് ഡിവൈസസ് അവർക്ക് വെക്കാം ടു മോണിറ്റർ ദ പേഴ്സണൽ കോൺവെർസേഷൻ വിത്തൗട്ട് നോട്ടിഫൈങ് ദ എംപ്ലോയീസ്. അങ്ങനെയും ചെയ്യാം. പിന്നെ പ്രയർ നോട്ടീസ് ടു ദ എംപ്ലോയീസ് കൊടുത്തിട്ടും ഇങ്ങനത്തെ, അതായത് ഇന്ന ദിവസം ഞങ്ങൾ ഇങ്ങനെ ക്യാമറ വെക്കും, ഇന്ന് മുതൽ എല്ലാവരും സർവൈലൻസിലായിരിക്കും, അങ്ങനെ ഒരു ഡേറ്റ് ഒക്കെ പ്രപ്പോസ് ചെയ്ത് അങ്ങനെയും കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, റൈറ്റ് ടു ചൂസ് ഔട്ട്സൈഡ് ആക്ടിവിറ്റീസ്. ഔട്ട്സൈഡ് ആക്ടിവിറ്റീസ് ചൂസ് ചെയ്യാനുള്ളൊരു അവകാശം.
അപ്പോൾ പേഴ്സണലായിട്ടുള്ള പ്രൈവസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പുറത്ത് സ്വകാര്യമായ ഒരു ജീവിതം നയിക്കാനുള്ള ഒരു അവകാശം. അപ്പം ഈ അവകാശങ്ങൾ തടയാൻ കഴിയുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ 3 ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതിൽ ഒന്ന്, അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ഡ്യൂട്ടീസിന് ഹാനികരമായി കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ആ ഒരു റൈറ്റ് പ്രശ്നമാവും. പിന്നെ ഈ എംപ്ലോയീസിൻ്റെ പ്രവർത്തനങ്ങൾ കാരണം അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ എടുക്കുന്നത് വഴി അവിടെ കമ്പനിയിൽ പ്രശ്നം ഉണ്ടാവാം. ആ സാഹചര്യത്തിലും ആ റൈറ്റ്സ് തടയാം. 3ാമത്തെ പോയിന്റ്, എംപ്ലോയറിൻ്റെ താല്പര്യം തകരാറിലാവുമ്പോൾ, അതായത് ഇപ്പോൾ അവിടുത്തെ എംപ്ലോയി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ വൈറ്റലായിട്ടുള്ള ഇൻഫോർമേഷൻ ആർക്കെങ്കിലും പകർന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ കോമ്പറ്റീറ്റേഴ്സിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയോ ആ സാഹചര്യത്തിൽ അവിടുത്തെ എംപ്ലോയറിൻ്റെ ഒരു താല്പര്യത്തിന് അത് ഒരു വിലങ്ങാവുകയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അപ്പോൾ റൈറ്റ് ടു ചൂസ് ഔട്ട്സൈഡ് ആക്ടിവിറ്റീസ് ഉണ്ട്, പക്ഷേ അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസും ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ്, റൈറ്റ് ടു ഡ്യൂ പ്രോസസ് ഫ്രം എംപ്ലോയർ. ഫെയർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എംപ്ലോയർ എടുക്കണം എന്നുള്ള അവകാശം. ഒരാളെ പിരിച്ചുവിടുന്നതിലോ തരം താഴ്ത്തുന്നതിലോ ഒരാൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നതിലോ ഒക്കെ ഫെയർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എംപ്ലോയർ എടുക്കണം. അപ്പോൾ എംപ്ലോയറിന് ചുമ്മാ ഒരാളെ അങ്ങനെ അങ്ങ് ചെയ്യാൻ പറ്റില്ല. ആദ്യം ആ ഒരു കുറ്റക്കാരനായ എംപ്ലോയറിൽ നിന്ന് എക്സ്പ്ലനേഷൻ എഴുതി വാങ്ങിക്കണം. പിന്നീട് അയാൾക്ക് കൃത്യമായ കാരണങ്ങൾ കാണിച്ച് അയാൾക്ക് റിട്ടേൺ ആയിട്ടുള്ള ഓർഡർ കൊടുത്തിരിക്കണം. പിന്നെ ബാധിച്ച എംപ്ലോയീന് ജോലിക്കാരന് അപ്പീൽ കൊടുക്കാനുള്ള ഒരു അവകാശം ലഭ്യമാക്കണം. പിന്നെ ഇവിടെ മെയിനായിട്ട് നോക്കുന്നത് ഔട്ട്കമ്മിനെക്കാട്ടിലും അവർ ചെയ്യുന്ന പ്രോസസ്സ് ഫെയർ ആണോ എന്നുള്ളതിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതാണ് റൈറ്റ് ടു ഡ്യൂ പ്രോസസ് ഫ്രം എംപ്ലോയർ. നെക്സ്റ്റ്, റൈറ്റ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റി, നോൺ ഡിസ്ക്രിമിനേഷൻ. തുല്യ അവസരത്തിനുള്ള അവകാശം. ജാതി, മതം, സെക്സ്, ലാംഗ്വേജ് എന്നിവ നിമിത്തമുള്ള ഒരു ഡിസ്ക്രിമിനേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ജോലി സ്ഥലത്ത് ഈ രീതിയിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത് മനുഷ്യൻ്റെ അന്തസ്സിന് തന്നെ ഹാനികരമാണ്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു സീനിയർ മാനേജറിൻ്റെ പോസ്റ്റ് വേക്കൻ്റ് ആണ്. അപ്പം സ്റ്റേറ്റിന് പുറത്തുള്ള ഒരു കോമ്പീറ്റന്റ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് അതിന് എലിജിബിളുമാണ്. അങ്ങനെ ആയിരിക്കവേ ആ പ്രൊമോഷൻ കുറഞ്ഞ യോഗ്യതയുള്ള ആ സ്റ്റേറ്റിലുള്ള ഒരു ലോക്കലിന് കൊടുക്കുക. അവിടെ തുല്യമായ ഒരു അവസരം നിഷേധിക്കപ്പെടുവാണ്. അപ്പം അങ്ങനെയുള്ള ഈ ഒരു റൈറ്റിൻ്റെ ബേസിൽ അയാൾക്കത് അവകാശപ്പെടാം. പിന്നെ വേൾഡ് സ്പോർട്സ് ഇവൻറ്റിൽ അതിന് ശരിക്കും വിന്നേഴ്സിനുള്ള പ്രൈസ് എമൗണ്ട് ആണിനും പെണ്ണിനും സെയിം അല്ല. അപ്പോൾ അവിടെയും ഒരു വിവേചനമുണ്ട്. അപ്പം റൈറ്റ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അത് നമുക്ക് നോൺ ഡിസ്ക്രിമിനേഷൻ. നോൺ കോൺട്രാക്ച്വൽ എംപ്ലോയി റൈറ്റ്സിലെ 4th പോയിന്റാണ് ഈ പറഞ്ഞത്. 5th പോയിന്റ്, റൈറ്റ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റി, സെക്ഷൽ ഹരാസ്മെന്റ് ഇൻ വർക്ക് പ്ലേസ്. അതായത് ജോലിസ്ഥലത്തുള്ള സെക്ഷൽ ഹരാസ്മെന്റ്. സെക്ഷൽ മീൻസിലൂടെ അധികാര ദുർവിനിയോഗം, അഹങ്കാരം എന്നിവ കാണിക്കുന്നതിനാണ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഫീസിൽ തന്നെ അൺഈക്വൽ പവറുള്ള ഒരാളെ നിർബന്ധപൂർണമായി അയാളുടെ താല്പര്യം നോക്കാതെ സെക്ഷലി യൂസ് ചെയ്യുന്നതിന് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയാം. അതിൽ ആണ് പെണ്ണിനോടും പെണ്ണ് ആണിനോടും കാണിക്കുന്ന ശാരീരികവും മാനസികവുമായ അറ്റാക്ക് അല്ലെങ്കിൽ അസഭ്യമായ ആംഗ്യങ്ങൾ എല്ലാം ഇതിൽ ഉൾപ്പെടും. അതിൽ 2 ടൈപ്പ് പറയുന്നുണ്ട്. ഒരെണ്ണം പറയുകയാണെങ്കിൽ, ഒരു സീനിയർ ഓഫീസർ ഇപ്പം സെക്ഷൽ ഫേവറിന് പകരമായി ജോലി കൊടുക്കാമെന്ന് പറയുകയോ പ്രൊമോഷൻ കൊടുക്കാമെന്ന് പറയുകയോ അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് കൊടുക്കാമെന്ന് പറയുകയോ ചെയ്യുന്നതാണ് ടൈപ്പ് 1. അത് ഫിസിക്കൽ ആവാം, വെർബൽ ത്രെറ്റ് ആവാം, അതായത് വാക്കുകൾ കൊണ്ടുള്ള ത്രെറ്റ് ആവാം. ഇവിടെ 2nd ടൈപ്പ് എന്ന് പറയുന്നത് ഹോസ്റ്റൈൽ വർക്ക് എൻവയോൺമെൻറ്റ്, അതായത് സെക്ഷലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെൻ്റ് ആണിത്. ഇപ്പോൾ എംപ്ലോയീസ് റൈറ്റ്സ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുക. ഫോർ എക്സാമ്പിൾ, സെക്ഷൽ പ്രപ്പോസൽസ് അല്ലെങ്കിൽ അശ്ലീലമായ ഫോട്ടോ കാണിച്ച് ഭയപ്പെടുത്തുക, ഇവയൊക്കെയാണ് ഈ ഒരു 2nd ടൈപ്പിൽ ഉൾപ്പെടുന്നത്. റൈറ്റ് എത്തിസിസ്റ്റ് ഇതിനെ സീരിയസ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ടാണ് കാണുന്നത്. ഡ്യൂട്ടി എത്തിസിസ്റ്റ് ഇതിനെ ഭയങ്കരമായ ഒരു ഡ്യൂട്ടി വയലേഷനായി കാണുന്നു. മനുഷ്യരെ ഇമ്മോറലായി ട്രീറ്റ് ചെയ്യാതെ
അന്തസ്സോടും സ്വാതന്ത്ര്യത്തോടും ട്രീറ്റ് ചെയ്യണം എന്നാണ് ഡ്യൂട്ടി എത്തിസ്റ്റ് പറയുന്നത്. And the sixth one, right to equal opportunity, affirmative action or preferential treatment. അപ്പം മുൻഗണനകളിൽ ഈക്വൽ ആയിട്ടുള്ള പരിഗണന കിട്ടാത്ത ഗ്രൂപ്പിലെ ഒരാൾക്ക് പരിഗണന കൊടുക്കുക, അയാളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ മൈനോറിറ്റീസ് അല്ലെങ്കിൽ വിമൻ ആണ് ഇപ്പോൾ അത് കൊടുത്തു വരുന്നത്. ഈ ഇടയായിട്ട് അവരെയാണ് കുറേ റൈറ്റ്സ് ഒന്നും കിട്ടാതെ ഇരിക്കുന്ന, അതായത് പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടാതെ ഇരിക്കുന്നത് മൈനോറിറ്റീസിനും വിമനും ഒക്കെയാണ്. അപ്പോൾ അത് ഈയിടെയായി കൊടുത്തു വരുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റിവേഴ്സ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ബിക്കോസ് ഇറ്റ് റിവേഴ്സസ് ദ ഹിസ്റ്റോറിക്കൽ പ്രിഫറൻസസ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന പ്രിഫറൻസിൽ നിന്നും ഒരു റിവേഴ്സ് എഫക്റ്റ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ്. അപ്പം ഈ ട്രീറ്റ്മെന്റിന് ഫേവറായും എഗൻസ്റ്റായും കുറേ വാദങ്ങളുണ്ട്. അത് അടുത്ത ടേബിളിൽ പറയുന്നുണ്ട്. ഇൻ ഫേവർ ഓഫ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ആൻഡ് എഗെയിൻസ്റ്റ് റിവേഴ്സ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ്. ഇവിടെ പറയുന്നത് കഴിഞ്ഞ കാലത്തെ അവകാശ ലംഘനങ്ങൾക്ക് നഷ്ടപരിഹാരം അല്ലെങ്കിൽ കോമ്പൻസേഷൻ നൽകണം. അപ്പം ഇതിൽ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ബാധകമാണിത്. റേഷ്യൽ സെക്ഷൽ വയലേഷൻ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ റിവേഴ്സ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അപ്പോൾ മൈനോറിറ്റീസും സ്ത്രീകൾക്കും ആവശ്യമായ അവസരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് ഉയർത്താൻ പറ്റും, സെൽഫ് എസ്റ്റീമും ഉയർത്താൻ സാധിക്കും. ഇനി എഗെയിൻസ്റ്റ് റിവേഴ്സ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് പറയുകയാണെങ്കിൽ ഇത് മെജോറിറ്റി ആൾക്കാർക്കും തുല്യ അവസരം ലംഘിക്കുന്നു. പിന്നെ നഷ്ടപരിഹാരം എല്ലാവർക്കും കൊടുക്കാതെ സ്പെസിഫിക് ഇൻഡിവിജ്വൽസിന് മാത്രം കൊടുക്കുക. പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ സ്പെഷ്യൽ ഫണ്ടിങ് കൊടുക്കുക. എന്നാൽ ജോലി നഷ്ടപരിഹാരമായി ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഡൗട്ട്സും അനിശ്ചിതത്വവും മറ്റുള്ളവരുടെ മനോവീര്യത്തെയും കാര്യക്ഷമതയെയും ബാധിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻ ഫേവർ ഓഫ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ആൻഡ് എഗെയിൻസ്റ്റ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് പറയുന്നത്. നമ്മളിവിടെ എഗെയിൻസ്റ്റ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റും ഇൻ ഫേവർ ഓഫ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റും നമ്മൾ കണ്ടു. അപ്പം ഇതിൻ്റെ ഒരു കോംപ്രമൈസിങ് സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനോറിറ്റീസിനും വിമനും ഡിസ്ക്രിമിനേഷൻ ഉള്ള ഓർഗനൈസേഷൻസിൽ ഈ ഒരു റിവേഴ്സ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് പെർമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ റിവേഴ്സ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റിന്റെ ഒരു വീക്ക് ഫോം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാതെ അതിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു രീതി അക്സെപ്റ്റ് ചെയ്യാതെ അതിൻ്റെ ഒരു വീക്കായിട്ടുള്ള ഒരു രീതിയിൽ അതങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഒരുപാട് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. അപ്പോൾ രണ്ടിൻ്റെയും ഒരു ഇടയ്ക്ക് നിൽക്കുന്ന രീതിയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക. നമുക്കറിയാം ഇന്ത്യയിൽ അഡ്മിഷൻ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഇൻ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ആൻഡ് ഓൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കൊടുക്കുന്നത് അതിന് ഈ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് ഒരു പ്രിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ നെയിംലി ഷെഡ്യൂൾഡ്, ബാക്ക്വേർഡ് ആൻഡ് മോസ്റ്റ് ബാക്ക്വേർഡ് കാസ്റ്റ്സ് എക്സെട്ര. പക്ഷേ ഇവിടെ പല സ്ഥലത്തും കാണാൻ സാധിക്കുന്നത് ഈ ഷെഡ്യൂൾഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് കാസ്റ്റ് അവരെല്ലാം പല സ്ഥലത്തും ഉന്നതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പം അവർക്ക് ചിലപ്പം ഇൻകം ഡെഫിഷ്യൻസി ഇല്ലാത്ത ആൾക്കാർ കാണും. പക്ഷേ ചിലപ്പോൾ ഈ ഒരു റിസർവേഷൻ ഇല്ലാത്ത ഒരാൾക്ക് ചിലപ്പം അവർ ഒരുപാട് ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിരിക്കും. അങ്ങനത്തെ ഈ ഒരു സമയത്ത് ഈ ഒരു റിസർവേഷനൊക്കെ ചിലപ്പോൾ റിവേഴ്സ് എഫക്റ്റ് ഉണ്ടാവാം. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇത് വീക്കായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന്. അപ്പം അത് സ്ട്രോങ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പം കൂടുതലും ആ ഒരു നിയമം മാറ്റി അതിനൊരു ഇൻകം ബേസ്ഡ് ആക്കണം എന്നുള്ളൊരു സജഷൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇത് പ്രൈവറ്റ് ഓർഗനൈസേഷൻസിലും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ ആൻഡ് മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രിഫർ ചെയ്യുന്നത് അഫർമേറ്റീവ് ആക്ഷൻ ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതായത് അവിടെ ഡിപ്രൈവ്ഡ് ആർ റേസ് ടു റിക്വയർഡ് ലെവൽസ് ഓഫ് കോമ്പിറ്റൻസ്. കഴിവ് കുറവുള്ളവരെ റിക്വയർഡ് ലെവൽ ഓഫ് കോമ്പിറ്റൻസിലോട്ട് റേസ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതാണ്.